നമസ്തേ. മുതിർന്ന ഒരാൾ വീട്ടിൽ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണം അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? നമ്മൾ പരമ്പരാഗതമായിട്ട് ഇതൊന്നും ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്നതല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കണം. അതായത് പരമ്പരാഗതമായിട്ട് നമുക്ക് കൈമാറി വരുന്ന ശീലങ്ങളാണ്, ആചാരങ്ങളാണ് അതൊക്കെ. എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? അതായത് മുതിർന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ വീട്ടിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണഗതിയിൽ അദ്ദേഹത്തെ തൊഴുത് നമസ്കരിച്ച് എഴുന്നേറ്റ് തൊഴുത് നമസ്കരിക്കും. പിന്നെ അദ്ദേഹത്തിന് ഇരിക്കാനൊരു ഇരിപ്പിടം കൊടുക്കും. എന്താണ് കുടിക്കാൻ എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ ഉപചരിക്കുന്നത് അദ്ദേഹത്തെ. ഇത് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ്. നമുക്ക് മോറൽ ക്ലാസ്സസ് ഒന്നും വേറെ ഇല്ല. ഇന്നിപ്പം മോറൽ ലെസൺസ് ഒക്കെ സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ പോലും ആ ഒരു ശീലം പിന്തുടരുന്നില്ല. ഇതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരൊക്കെ കുട്ടികളാണെങ്കിൽ അവിടെ ഇരിക്കും. ആരെങ്കിലും അപരിചിതരായിട്ടോ പ്രായമുള്ളവർ വന്നാൽ തന്നെ അവർ അനങ്ങത്തില്ല. അച്ഛനോ അമ്മയോ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് പറയും. അത് അവർ വിളിക്കും. അങ്ങനെ അത് മുതിർന്നവർ വന്നിട്ടാണ് ഇവർ ഉപചരിക്കുകയോ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ ഇത് കണ്ടുവരുന്നതാണ്. ഇനി അല്ലാതുള്ള സംഭവങ്ങളുണ്ടാകും. അച്ഛനും അമ്മയും പറഞ്ഞ് പഠിപ്പിക്കണവരെ ഈ ക്ലാസ്സുകളിൽ കിട്ടാത്തതാണല്ലോ. ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തു പോകുന്ന ഒരു ഉപചാരശീലമാണ് ഇത്. മനുസ്മൃതിയിൽ ഇങ്ങനെ ഒരു പാഠമുണ്ട്. ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ ഒരു ഉപദേശം നൽകുന്നുണ്ട്. പണ്ട് മുതലേ ഉള്ള കാര്യമാണെന്ന് ഓർക്കണം. അപ്പോൾ അന്നേ നൽകുന്ന ഒരു ഉപചാരശീലമാണ്, ഒരു മര്യാദയാണ്. വീട്ടിൽ വരുന്ന ആളുകളെ ആദരിക്കുക എന്നുള്ള ഒരു മര്യാദയാണ്. അങ്ങനെ ആദരിക്കണം എന്നുള്ളതാണ് മനു നമ്മളെ ഉപദേശിക്കുന്നത്. അഭിവാദയേത് 454 ശ്ലോകത്തിൻ്റെ നമ്പർ. അഭിവാദയേത് അഭിവദിക്കണം, അങ്ങനെ അഭിവാദനം ചെയ്യണം. വൃദ്ധാംശ്ച വൃദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സുകൊണ്ട് മാത്രമല്ല അറിവ് കൊണ്ടും മുതിർന്നവരെ ആദരിക്കണം, അഭിവാദ്യം ചെയ്യണം. ദദ്യാത് എന്ന് പറയുന്നത് നൽകണം. ച ഏവ ആസനം സ്വകം ഇങ്ങനെ അഭിവാദ്യം ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ആസനം നൽകണം. നമ്മുടെ ആസനം അത് അവർക്ക് ഇരിക്കാൻ നൽകണം എന്നാണ് ദദ്യാത്. ഇനി അത് കഴിഞ്ഞിട്ട് കൃതാഞ്ജലി ഉപാസീത, അദ്ദേഹം തൊഴുതുകൊണ്ട് അദ്ദേഹത്തിനടുക്ക് ഇരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കണം. അദ്ദേഹത്തെ ഉപചരിക്കേണ്ടത് നമ്മുടെ തൊഴുകയോടുകൂടി ഉപചരിക്കണം എന്നർത്ഥം. ഗച്ഛത പൃഷ്ഠതോ അന്വയാത്, അദ്ദേഹം പോകുമ്പോൾ നമ്മൾ പിന്നാലെ ചെന്ന് യാത്ര അയക്കണം. ഇതാണ് മനു നൽകുന്ന ഉപദേശം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മനുസ്മൃതിയിൽ. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, വിവേചനപരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ എതിർക്കേണ്ടതാണ്. നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല അതൊന്നും. പ്രത്യേകിച്ച് അതൊക്കെ ശ്രുതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ അതിനകത്ത് ഒരുപാട് കൂട്ടിക്കലർപ്പുകളും കാണും. അതൊന്നും നമ്മൾക്ക് ബാധകമല്ല, നമ്മൾ സ്വീകരിക്കാനും പാടില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അവ വിശദമായിട്ട് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ മോശം കാര്യങ്ങളെക്കുറിച്ച് ഇന്ന മോശം കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. നേരത്തെ എഴുതിയതാണ്. അത് ആമസോൺ ബുക്കിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളം ബുക്കായതുകൊണ്ട് അതിൻ്റെ ബുക്കേ ലഭിക്കുകയുള്ളൂ. പ്രിൻ്റഡ് വെർഷൻ അവർ നൽകുന്നില്ല. അതായത് പേപ്പർ ബാക്ക് ആയിട്ട് അവർ പ്രസിദ്ധീകരിക്കുന്നില്ല. കാരണം അതിൻ്റെ പ്രിൻ്റൊക്കെ ചെയ്യുന്നത് വിദേശങ്ങളിലാണ്. അതുകൊണ്ട് അവർ മലയാളത്തിൻ്റെ ഇതുപോലുള്ള പേപ്പർ ബാക്ക് പുസ്തകങ്ങൾ നൽകത്തില്ല. അവർ അവൈലബിൾ അല്ല അവിടെ. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് വായിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ബുക്ക് വാങ്ങിച്ച് വായിക്കുക, താല്പര്യമുള്ളവർ. എന്തായാലും ഞാൻ ഇതുപോലെ നല്ല നല്ല ഉപദേശങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുമ്പാകെ
അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ ബുക്ക് കിട്ടാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.